എനിക്കിത് കണ്ടിട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ, എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടാവില്ലേ. ഐ വിൽ ഷോ യു ഞാൻ ഓർഗനൈസ് ചെയ്തത്. നൗ വി ആർ മൂവിങ് ടു ദ ബെഡ്റൂം. ബെഡ്റൂമിലെ അവസ്ഥയാണ് നിങ്ങൾക്ക് വളരെ പരിതാപകരമായിട്ട് തോന്നുക. ഓരോരോ സാധനങ്ങൾ കണ്ടുപിടിച്ചെടുത്തതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ദ തിങ് ഈസ് ഐ എം എ വെരി വെരി കോൺഷ്യസ് പെർഫെക്ഷനിസ്റ്റ്. അതിന്റെ ഒരു പ്രശ്നം വല്ലാണ്ടുണ്ട്. ഒരുപാട് സമയം എടുക്കും എന്തെങ്കിലും കാര്യം ചെയ്യാൻ. ക്ലോത്ത് ഇങ്ങനെ ഇടയ്ക്കുന്ന് ആവശ്യം വരുന്നതൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത്, അല്ലാതെ നമുക്ക് മനസ്സിലാവുന്നില്ല എവിടെയാണ് എന്താണ് ഇരിക്കുന്നതെന്നുള്ളത്. എന്നിട്ട് ഇതാ അവിടെ ബെഡിൽ കുറച്ച് ബെഡ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കിടക്കാനുള്ളതല്ലേ, സോ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. അവിടെ ആ കുറച്ച് സൈഡിൽ ഇങ്ങനെ തിങ്സ് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെയല്ലേ ഇപ്പം നമുക്ക് പറ്റൂ. ഒരു നല്ല ഗോൾഡൻ ലൈറ്റ് അടിക്കേ. ഓ മൈ ഗോഡ്, ഐ എം ഒബ്സസ്ഡ് വിത്ത് ദിസ് ലൈറ്റ്. ഹൗ ബ്രൗൺ സ്കിൻ ടേൺ ഇൻ ടു ഗോൾഡ്. ഇത് നോക്ക്. ഓക്കെ, നൗ എൻ്റെ സ്കിൻ ടോൺ ഇങ്ങനെ ബ്രൗൺ സ്കിൻ മാജിക് ആണിത്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ആ ഗ്ലോ കണ്ട ലൈറ്റ് അടിക്കുമ്പോൾ. പക്ഷെ എന്നാന്ന് വെച്ചാൽ അതുപോലെ തന്നെ ടാനും അടിക്കും. ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം കുറച്ചായിട്ട് പണി തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും, പിന്നെ കബോർഡ്സ് തുറന്ന് നോക്കിയപ്പോഴാണെങ്കിൽ പൊടിപടലങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ കണ്ടു. ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞാൻ ടിഷ്യൂ എടുത്ത് തലങ്ങും വിലങ്ങും തുടച്ച് വൃത്തിയാക്കി. അല്ലെങ്കിൽ പിന്നീട് ഇതൊന്നും ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. എന്താണേലും നമ്മളൊരു പണിക്കിറങ്ങി, അപ്പോൾ അത് വൃത്തിക്ക് ചെയ്യണ്ടേ. എല്ലാ ബിലോങ്ങിങ്സ്, എൻ്റെ ക്ലോത്തും അതേപോലെ എല്ലാം ഇതിനകത്ത് കൊള്ളുക എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഷെൽഫ് കുറച്ച് ഭയങ്കര ക്യൂട്ടാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം എനിക്ക് കുറച്ച് വലിയ ഷെൽഫ് വേണ്ടി വരും. ക്ലോത്ത്സ് അറേഞ്ച് ചെയ്യുന്നത്, ടോപ്പുകളൊക്കെ ഒരു സെക്ഷൻ, ജീൻസ് ഒക്കെ വേറൊരു സെക്ഷൻ. അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇന്നതിന് ഇന്നത് അതിങ്ങനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പെയർ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു എന്താ പറയാ ഒരു ഔട്ട്ഫിറ്റ് ഒരു അലമാരിന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്കിതിങ്ങനെ കാണാതെ ചെയ്യാൻ പറ്റില്ല. ഈ കവറെല്ലാം ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത്രയും തുണിത്തരങ്ങൾ എനിക്കുണ്ടെന്ന് ഞാൻ അറിയുന്നത്. എല്ലാ ക്ലോത്തും നമുക്ക് ബെഡിലേക്ക് ഇടാം. അങ്ങനെ ഈ തോന്നക്കൽ പഞ്ചായത്തിലെ എല്ലാ അരിമണിയും ഞാൻ പെറുക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഹാങ്ങേഴ്സ് കിട്ടിയത് എന്തിനാന്ന് ഞാൻ പിന്നെ പറയാം. ഓരോ കവറുകൾ പൊട്ടിക്കും തോറും കവറുകളുടെ എണ്ണം കൂടി വരുന്ന പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബുക്സും കിട്ടി. ഇതിനൊരു അന്ത്യമില്ലേ ദൈവമേ എന്ന് അവസാനം എനിക്ക് തോന്നിപ്പോയി. ഇതിനിടയിൽ കൈ കിട്ടിയ ബാഗെല്ലാം ഞാൻ തൽക്കാലം കബോർഡിന് മുകളിൽ തന്നെ സെറ്റ് ചെയ്തു. ജിമ്മിലൊക്കെ പോയത് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത്. നമ്മുടെ സ്ഥിരം ക്രിഞ്ച് സാധനമാണ്. എനിക്കിത് കണ്ടിട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാണുമ്പോൾ കുറച്ച് ഓക്വേർഡായിട്ടൊക്കെ തോന്നും, പക്ഷെ സാരമില്ല. അങ്ങനെ ഞാൻ പണി തുടങ്ങി. ഇനി ഞാൻ കുറച്ച് കഥകൾ പറയാം എൻ്റെ ഔട്ട്ഫിറ്റ്സിനെ പറ്റി. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് എടുത്തതാണ്. വെസ്റ്റ് സൈഡിൽ നിന്ന്. കുറച്ച് ലെങ്ത് കുറവുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെൻ്റെ അനിയത്തിയുടെ ഹൽദിക്ക് എടുത്ത ഒരു ചുരിദാർ സെറ്റിൻ്റെ ദുപ്പട്ടയാണ്. ആൻഡ് ഐ ലവ് ദിസ് കളർ. ആൻഡ് ഇത് റീസെൻ്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാരി ഈസ് മൈ ഫേവറേറ്റ് നൗ. ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ കിട്ടിയാൽ അതിൻ്റെ പല കളറുകൾ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, സെയിം തന്നെ സ്കൈ ബ്ലൂ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഓർഗൻസ സാരീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് 2020 എന്തോ ഒരു കൊളാബ് കിട്ടിയ സാരിയാണ്. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഫ്രഷ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, സെയിം പാറ്റേൺ പല കളർ, അത് തന്നെ കാര്യം. ഇത് കുറച്ച് അധികം ഡിസൈനും വർക്കും ഒക്കെ ഉള്ള ഓർഗൻസ സാരിയാണ്. ആൻഡ് ഒബ്വിയസ്ലി നെക്സ്റ്റ് എൻ്റെ ഫ്രണ്ട് പ്രീതി സെറ്റ് ചെയ്ത് തന്നതാണിത്. ആൻഡ് ഇറ്റ്സ് ടു പ്രിറ്റി. ഈ ഒരു സ്കേർട്ട് ഞാൻ ഹെർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും. ഒരിക്കലും എനിക്ക് ചേരില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കളറാണിത്. ബട്ട് ലൈറ്റിംഗ് നല്ലതാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ ചേരുന്നുണ്ട്. ആൻഡ് മൈ ഗോ ടു പാർട്ടി വെയർ, ഇത് ഞാൻ സുഡിയോയിൽ നിന്ന് എന്തോ ആണ് വാങ്ങിച്ചത്. ആൻഡ് അന്ന് മുതൽ ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ്. ക്രോഷേ ടോപ്പ്. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡി ആയിരുന്നു. സോ ആ ഒരു സമയത്ത് ഒബ്വിയസ്ലി വാങ്ങിക്കുമല്ലോ. ആൻഡ് ഇതെൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേയുടെ തൊട്ട് മുന്നത്തെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്ത ഒരു ഡ്രസ്സാണ്. ഇത് സാവാനയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ഇതിൻ്റെ ആ ഒരു ഗ്ലിറ്റർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടുപെടുന്ന കേട്ടോ ഈ കാണുന്നത്. അത് ഞാൻ ഡാർക്കൊക്കെ ആക്കി നോക്കി, എന്നിട്ടും തിളങ്ങുന്നില്ല. ഈ 2 മാസം മുന്നേ ഞാൻ വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ അവിടുന്ന് ഞാൻ വളരെ കൊതിച്ചെടുത്ത്, എനിക്ക് വൈറ്റ് ടോപ്പ് ഇല്ലാതെ ഞാൻ കൊതിച്ച് വാങ്ങിച്ചതിൽ കറ പറ്റി. ഈ കറ എങ്ങനെ ഇളക്കി കളയും എന്നെനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെമഡി സജസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേരം കേട്ടോ. എനിക്കാണ് വിഷമമായിട്ട് വയ്യ. ഞാൻ ഇട്ട് കൊതി മാറിയിട്ടില്ല, ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പകുതിയോളം ഡ്രസ്സ് മടക്കി കഴിഞ്ഞു.
ആൻഡ് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതെങ്ങനത്തെയാണെന്ന് വെച്ചാൽ കുറച്ച് എത്തനിക് സ്കേർട്ടുകൾ, ഭയങ്കര കുറച്ച് വലിയ വലിയ ധാവണി, അങ്ങനെയൊക്കെ കുറച്ച് വലിയ ക്ലോത്ത്സ് ആണ്. ഇത് എവിടെ വെക്കും എന്നുള്ളതിനൊരു തീരുമാനമായിട്ടില്ല. ഇത് ആക്ച്വലി ഞാൻ വീട്ടിൽ ഒന്നെങ്കിൽ വീട്ടിൽ കൊണ്ട് വെക്കേണ്ടി വരും, നോക്കട്ടെ. പകുതിയോളം തുണി നമ്മൾ കബോർഡിൽ തള്ളി കയറ്റിയിട്ടുണ്ട്. ഞാൻ ഓരോരോ സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ടോപ്സ്, ജീൻസ്, സ്കേർട്സ്, പിന്നെ ഇതാ ഹാങ് ചെയ്തിരിക്കുന്ന ഷർട്ട്സ്. ഇത് ഞാൻ എവിടെയും ഇടാത്തൊരു ടോപ്പാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ബീച്ച് വെയർ. സോ ഇത് ഗോവയിൽ പോകുമ്പോൾ ഇടണം എന്നായിരുന്നു ആഗ്രഹം. ഉടനെ നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ക്യൂട്ട് ഡ്രസ്സ് ഞാൻ ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണെന്നുള്ളത്. ഇത് ഞാൻ 2021 മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ വീട്ടിലിടുന്ന ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സിനും ഇൻസ്റ്റയിൽ കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നില്ല. ആൻഡ് ക്ലൈമറ്റ് ഏതായാലും ദാറ്റ്സ് ഓക്കെ. ഞാൻ തപ്പിയത് ഇതിൻ്റെ ബോട്ടം ആയിരുന്നു. ആൻഡ് എന്തൊക്കെ വിയേർഡായിട്ടുള്ള രീതിയിലാണെന്നറിയോ ഞാനിതൊക്കെ മടക്കി കൂട്ടി വെക്കുന്നത്. സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാം. ഇപ്പോൾ ബേക്താഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് ഞാൻ സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്താണ് ഒരു സാലഡ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ്. എന്താണെങ്കിലും ഡയറ്റൊക്കെ നോക്കുകയാണല്ലോ, അപ്പോൾ അത് കളയണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ച് മയണൈസ് കിട്ടിയാൽ ഞാൻ പയ്യെ അതിൽ നിന്ന് മുഖം തിരിക്കാറുണ്ട്. കുറച്ചധികം സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട, ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. ആൻഡ് ഇപ്പോഴും ആ വിസ്റ്റം ടൂത്ത് എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്, മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. സോ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ് മൊത്തത്തിൽ. ആൻഡ് എഗെയിൻ പണിയിലേക്ക്. ഇതെൻ്റെ അനിയത്തി ഓണത്തിന് വാങ്ങിച്ചു തന്ന ഒരു ഫ്ലോറൽ, ഒരു ക്യൂട്ട് ഉടുപ്പാണ്. സത്യം പറഞ്ഞ ഈ ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞാൻ തന്നെ അന്തം വിട്ടുപോയി എന്താണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. ഇടയ്ക്ക് ആ കിളി പോകുന്നതാണ് ആ കാണുന്നത്, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. ഏറ്റവും ലാസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തൊരു സാരിയാണിത്. ദാറ്റ് പ്രിറ്റി സാരി ഫ്രം ആമസോൺ. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുംബൈയിൽ ഒരു പ്രൊമോഷന് പോയപ്പം അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ്. 1-2 വട്ടമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് ബാക്ക്ലെസ് ആണ്. ഈ ഔട്ട്ഫിറ്റിന് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിരുന്നു. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വയനാട് ഒരു ഇവൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാത്ത എൻ്റെ പ്രിറ്റി പിൻട്രസ്റ്റി ടോപ്പ്. ഈ ഒരു ബോഡിക്കോൺ ഇട്ടപ്പോഴും ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു കളറും എൻ്റെ ഒരു സ്കിൻ ടോണും തമ്മിൽ ബ്ലെൻഡ് ആവുന്നതിൻ്റെ ഒരു ഭംഗിയാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. വയസ്സും പ്രായമൊക്കെ ആയിന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നേരം നിന്നപ്പോൾ കാലിനൊക്കെ ഒരു പിടുത്തം. കോഫി വിത്ത് കരൺ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു തവണ ദീപിക പദുക്കോൺ ഇട്ട ഒരു ബോഡിക്കോണാണ്. ഇങ്ങനെ പാട്ടില്ലാതെ കണ്ടു കഴിഞ്ഞാൽ തലയ്ക്ക് വട്ടാണെന്ന് തോന്നും, പക്ഷെ ഞാനത് നമ്മുടെ MJയുടെ മ്യൂസിക് ഇട്ട് താളം പിടിക്കുന്നതാണ് കാണുന്നത്. ഇതൊരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറിയാണ്. കോളേജിൽ പഠിച്ചിട്ടുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നസ്രിൻ, അവൾ തട്ടവിടുമെന്നും, അപ്പം എന്നെ കൂടെ ഇതുപോലെ തട്ടമൊക്കെ ഇടിച്ച് പിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു. അതൊരു രസമുള്ള കാലഘട്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നു. ഈ ഒരു സ്കാർഫ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറേ അധികം ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പല ഔട്ട്ഫിറ്റ്സിനും പല രീതിയിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ആൻഡ് എനിക്കൊരു സ്റ്റൈലിംഗ് വീഡിയോ ചെയ്യണം എന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടൈം ആവട്ടെ. ഒരുപാട് കാലം ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഇതുപോലെ ഒട്ടിപ്പോവും. അതാണ് ലെതർ പാൻറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഞാനിത് H&M നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പെട്ടെന്നൊരു ട്രാൻസിഷൻ പോലെ ബ്ലാക്ക് ഗൗൺ. ആൻഡ് ഇത് നമുക്ക് ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രസ്സാണ്. എൻ്റെ ഫ്രണ്ട് പ്രീതി ചെയ്തു തന്ന ഒരു ബീച്ച് വെയർ ആണ്. ഇത് ഇടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടാവാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യും, അതെന്തെങ്കിലും വന്ന് അതങ്ങ് മുടങ്ങും. അതാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. ഒരു 10-11 മണിയായിട്ടുണ്ടാവും ഇത് മൊത്തം കഴിഞ്ഞപ്പം. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നി. ആ ഒരു എനർജി ഡ്രോപ്പായിട്ട് ഞാൻ ഡെഡായി. ഇനി ഈ കലവറ അടച്ചിട്ട് പോയി ഉറങ്ങുന്നതിനെ പറ്റി ആലോചിക്കാം. തുണി മടക്കി വെക്കൽ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഇത് ഞാൻ അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു 2-3 ജോഡി ഡ്രസ്സാണ്. അത് സ്യൂട്ട് കേസിലാക്കാനുണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇനി ഓർണമെൻറ്റ്സ്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു എനിക്ക് ഓർണമെൻറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അതിനകത്ത് ഉണ്ടാവില്ല. തുണി വെക്കുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഫുൾ ക്ലോത്ത്സും അതിനകത്ത് കയറിയിട്ടില്ല. കുറേ ഞാൻ ഇനി നാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഇത് കണ്ടു. ഇത് ഞാൻ ട്രെൻഡ്സിൽ എവിടെ പോയപ്പോഴായിരുന്നു, അയ്യോ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലല്ലോ. ട്രെൻഡ്സിൽ ഏകദേശം കൊച്ചിയിലൊക്കെ തന്നെയായിരിക്കും. ട്രെൻഡ്സിൽ പോയപ്പം ഇങ്ങനെ ഇവ മാത്രം ഇങ്ങനെ അവിടെ ഇരിക്കുക.
എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയേ. ഞാനിങ്ങനെ കുറേ തവണ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് നോക്കി. നാണക്കേടല്ലേ, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ പെണ്ണുമ്പിള്ള എന്ന് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈസായിട്ട് മുങ്ങി ഇങ്ങനെ നൈസായിട്ട് പോയി ഇങ്ങനെ ചൂണ്ടിയും എടുത്തു. അപ്പോഴേക്കും എൻ്റെ ചേച്ചി, എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു, നീ വാങ്ങിച്ചു അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. നല്ല ക്യൂട്ട് ഫ്ലഫി. ഞാനിപ്പം അയ്യേ പ്രായം 27 ആയേ എന്നിട്ടും അപ്പോൾ ഇത് കെട്ടിപ്പിടിച്ചാണ് എൻ്റെ ഉറക്കം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ എൻ്റെ പുക തീർന്നിരിക്കുന്നു. നേരെ ഇങ്ങോട്ട് കിടന്നുറങ്ങുക എന്നുള്ള ഉദ്യമത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സോ എല്ലാവർക്കും, ഇത് പകല് കാണുന്നവർക്കാണെങ്കിൽ ഹാവ് എ നൈസ് ഡേ, രാത്രി കാണുന്നവർക്കാണെങ്കിൽ ഗുഡ് നൈറ്റ്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാൻ മറന്നുപോയി. ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.